ആധ്യാത്മിക ഷിൽജ. എല്ലാവർക്കും മലയാള എക്സ്പ്രസ് ന്യൂസിലെ സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. പാർലമെന്റിൽ കറുത്ത വസ്ത്രമണിഞ്ഞ പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം. പരീക്ഷാ വീഴ്ചകളും പോലീസ് നടപടികളും ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. സ്പീക്കർ സന്നദ്ധത അറിയിച്ചു. എന്നാൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ച ശേഷം ചർച്ച മതിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിലപാടെടുത്തു. ഡൽഹിയിൽ പാറ്റ പാർട്ടിക്ക് പിന്തുണയുമായി കൂടുതൽ ജനങ്ങളെത്തി. CJP നേതാക്കളുമായി ചർച്ച നടത്താമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രി JP നദ്ദയുടെ വസതിയിൽ ഉച്ചയ്ക്ക് 2-ന് ചർച്ച നടത്താമെന്നാണ് വാഗ്ദാനം ചെയ്തിരുന്നതെങ്കിലും ഇരുകൂട്ടരും ചർച്ചയ്ക്ക് എത്തിയില്ല. മന്ത്രിയുടെ വസതിയിൽ ചർച്ച നടത്താനില്ലെന്നാണ് CJPയുടെ നിലപാട്. പ്രക്ഷോഭം തകർക്കാനുള്ള തന്ത്രമാണ് ചർച്ചയെന്നാണ് CJPയുടെ നിലപാട്. ഇന്ന് വൈകുന്നേരം കോൺഗ്രസ് നേതാക്കൾ ജന്തർ മന്ദറിൽ എത്തുമെന്ന അഭ്യൂഹമുണ്ട്. വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് നടത്തിയ നടപടികളിലെ അതിക്രമങ്ങൾ ആരോപിച്ചുള്ള ഹർജിയിൽ സ്വമേധയാ നടപടി സ്വീകരിക്കാനോ അത് അടിയന്തരമായി പരിഗണനയ്ക്കായി ലിസ്റ്റ് ചെയ്യാനോ സുപ്രീംകോടതി വിസമ്മതിച്ചു. വീഡിയോകൾ സമർപ്പിച്ച് കോടതിയുടെ സമയം പാഴാക്കരുതെന്നും പകരം നിയമപരമായ ഉചിതമായ മാർഗങ്ങൾ തേടണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിർദ്ദേശിച്ചു. റാഗിംഗ് തടയാൻ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റാഗിംഗിനിരയായി മരിച്ച സിദ്ധാർത്ഥിന്റെ പേരിൽ ആപ്പ് പുറത്തിറക്കും. വിദ്യാർത്ഥികൾക്ക് ആപ്പ് വഴി പരാതി നൽകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണനിൽ നിന്ന് പണം തട്ടാൻ ഫോൺ വിളിച്ച സിം കാർഡിന്റെ ഉടമയെ അന്വേഷണ സംഘം ഡൽഹിയിൽ കണ്ടെത്തി. 2 മാസം മുൻപ് തന്റെ ഫോൺ നഷ്ടപ്പെട്ടിരുന്നെന്നും MLA ഫോണിൽ വിളിച്ചതുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നും ഇയാൾ മൊഴി നൽകി. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കഴിഞ്ഞ വർഷത്തേക്കാൾ 1000 മെഗാവാട്ട് വർദ്ധിച്ചെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. എൽ നിനോ പ്രതിഭാസം മൂലം മഴ കുറഞ്ഞു. ഡാമിൽ വെള്ളം കുറഞ്ഞു. വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാനായില്ല. മഴയില്ലാത്തത് മൂലം വൈദ്യുതി ഉപയോഗം കൂടി. ദേശീയ വൈദ്യുതി വിപണിയിൽ ആവശ്യത്തിന് വൈദ്യുതി ഇല്ലാത്തതും പ്രശ്നമായി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കുന്ന ദീർഘകാല കരാർ LDF സർക്കാർ റദ്ദാക്കിയതും കൂടുതൽ നിരക്കിൽ അദാനിയിൽ നിന്ന് വൈദ്യുതി വാങ്ങിയതും പ്രതിസന്ധിക്ക് കാരണമായെന്ന് സതീശൻ. സർക്കാർ അധികാരത്തിലേറി 2 മാസം കഴിഞ്ഞിട്ടും മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്ക് പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിക്കാനായില്ല. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ അനുമതി നൽകാത്തതാണ് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. കൈവിലങ്ങ് ഉപയോഗിക്കുന്നതിന് മാനദണ്ഡങ്ങൾ പുറത്തിറക്കി DGP. കൈവിലങ്ങ് അണിയിക്കുമ്പോൾ വിവേചനാധികാരം പാലിക്കണം. ഒരാളുടെ അന്തസ്സ് കെടുത്താൻ ബോധപൂർവം വിലങ്ങ് ധരിപ്പിക്കരുത്. വാർദ്ധക്യം, രോഗം എന്നിവ പരിശോധിക്കണം. വിലങ്ങ് ധരിപ്പിക്കേണ്ടി വന്ന സാഹചര്യം കോടതിയെ അറിയിക്കുകയും ചെയ്യണമെന്നും DGP നിർദ്ദേശിച്ചു. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാൻമാരെ സംരക്ഷിക്കാൻ കേസ് അട്ടിമറിച്ചുവെന്ന പരാതിയിൽ വിശദീകരണം നൽകാൻ ADGP MR അജിത് കുമാർ സാവകാശം ആവശ്യപ്പെട്ടു. DGPക്ക് ഇന്നലെ നൽകിയ മറുപടിയിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. റിപ്പോർട്ട് നൽകുമ്പോൾ വയനാട്ടിലായിരുന്നുവെന്നും ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി കണ്ടിട്ടില്ലെന്നും അജിത് കുമാർ വിശദീകരിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി വീണ്ടും കോടതി തള്ളി. കഴിഞ്ഞ 57 ദിവസമായി ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ഇനി 23 ദിവസം ജയിലിൽ തുടരാം. താമരശ്ശേരി ചുരം ബൈപ്പാസ് പദ്ധതി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിനും NHAയ്ക്കും മുന്നിൽ അടിയന്തരമായി ഉന്നയിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. വയനാട് ചുരം ബൈപ്പാസ് ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഈ പ്രതികരണം. കേരള ഉൽപ്പന്നങ്ങൾ US, യൂറോപ്യൻ വിപണികളിൽ എത്തിക്കാൻ ഫ്ലിപ്കാർട്ട് പദ്ധതി ഒരുങ്ങുന്നു. സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ശബരിമലയിൽ കണ്ഠരര് രാജീവരുടെ തന്ത്രിസ്ഥാനം സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി. തന്ത്രിസ്ഥാനത്ത് രാജീവര് തുടരണമോ എന്നതിൽ നിർണായക തീരുമാനം നാളത്തെ ബോർഡ് യോഗത്തിൽ എടുക്കും. സർക്കാരിന്റെ കാലത്ത് നടന്ന ഡയറ്റ് ലെക്ചറർ നിയമനങ്ങളിൽ വൻ ക്രമക്കേടുകൾ നടന്നതായി ആരോപണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് ഇടത് അനുകൂല അധ്യാപകർക്ക് വേണ്ടി PSC പരീക്ഷ അട്ടിമറിച്ചെന്നാണ് പരാതി. പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തി. നിതിൻ രാജ് ആത്മഹത്യാ കേസിൽ പ്രതി ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്തതിലെ നിയമപരമായ വീഴ്ചകളിൽ പോലീസിനെയും സർക്കാരിനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. പ്രതിക്ക് രക്ഷപ്പെടാൻ പോലീസ് ഒത്തുകളിച്ചുവെന്ന് സംശയം പ്രകടിപ്പിച്ച കോടതി വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ സർക്കാരിനോട് വിശദീകരണം തേടി. ഡൽഹിയിൽ നടക്കുന്ന സമരം കേന്ദ്ര സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്തോറും കൂടുതൽ ജനപിന്തുണ ആർജിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായും പിണറായി വിജയൻ പറഞ്ഞു. കായംകുളം നഗരസഭയിൽ LDF UDF കൌൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി.
നഗരസഭയുടെ 2ാം വാർഡിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടി മറ്റൊരു വാർഡിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. LDF കൌൺസിലർമാർ നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരിയെ തള്ളി താഴെയിട്ടെന്ന് UDF ആരോപിച്ചു. പരിക്കേറ്റെന്ന പരാതിയുമായി 4 UDF കൌൺസിലർമാർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൌൺസിലറും വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബി അജിത് കുമാറിന്റെ അവയവങ്ങൾ 5 പേർക്ക് പുതുജീവനേകും. ജൂലൈ 19 സ്ട്രോക്ക് സംഭവിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ED ആക്രമണ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന CPM പ്രവർത്തകർ VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചതിൽ അന്വേഷണം. സംഭവത്തിൽ ഗുരുതര ചട്ടലംഘനമുണ്ടായെന്നാണ് വിലയിരുത്തൽ. അനുസ്മരണം സംഘടിപ്പിച്ചത് ഉദ്യോഗസ്ഥരുടെ മൌനാനുവാദത്തോടെയാണെന്നാണ് ആക്ഷേപം. തൃശൂർ പീച്ചി പ്രദേശത്ത് ഭൂചലനം. വെള്ളക്കാരിത്തടം, തെക്കേക്കുളം, പള്ളിക്കുന്ന്, പീച്ചി എന്നീ പ്രദേശങ്ങളിലാണ് പ്രകമ്പനം ഉണ്ടായത്. രാവിലെ 9 മണിയോടെയായിരുന്നു ഭൂചലനം അനുഭവപ്പെട്ടത്. നാടക കലാകാരനെക്കുറിച്ചുള്ള ലേഖനം ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ ഉണ്ടായിരുന്നില്ലെന്ന് M സ്വരാജ്. വാരാന്ത പതിപ്പ് എഡിറ്റർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്നും ഏതു വാർത്ത നൽകണമെന്ന് തീരുമാനിക്കാൻ പത്രത്തിന് അധികാരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ BJP ഓഫീസിൽ കള്ളപ്പണം എത്തിയെന്ന ആരോപണവുമായി BJP തൃശൂർ മുൻ ഓഫീസ് സെക്രട്ടറി P. അക്ഷയ്. 17 ചാക്കുകളിൽ പണം എത്തിയെന്നാണ് ആക്ഷേപം. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളെ മാത്രമല്ല എതിർക്കുന്നതെന്നും ആ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കണമെന്നും തമിഴ്നാട്ടിൽ ഭരണത്തിലുള്ള തമിഴക വെട്രിക്കഴകം. മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അധികാരം നൽകണമെന്നും TVK ആവശ്യപ്പെട്ടു. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വ്യാജ മൊബൈൽ ആപ്ലിക്കേഷനുകൾ നിർമ്മിച്ച് രാജ്യവ്യാപകമായി 64 കോടിയിലധികം രൂപയുടെ സൈബർ തട്ടിപ്പ് നടത്തിയ 18 വയസ്സുകാരൻ സൂറത്ത് പോലീസിന്റെ പിടിയിലായി. ഉത്തർപ്രദേശിലെ കാൺപൂരിലുള്ള ഹോട്ടലിൽ നിന്ന് സൂറത്ത് സിറ്റി സൈബർ ക്രൈം സെല്ലാണ് രോഹിത് വീരേന്ദ്ര സിംഗ് ഷാക്കിയെ അറസ്റ്റ് ചെയ്തത്. +1 പഠനം ഉപേക്ഷിച്ച ഇയാൾ സ്വയം കോഡിംഗ് പഠിച്ചെടുത്താണ് AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വ്യാജ ആപ്പുകൾ നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി NCP അധ്യക്ഷൻ ശരത് പവാറും മകളും MP-യുമായ സുപ്രിയ സുലെയും കൂടിക്കാഴ്ച നടത്തിയത് രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് ഇരുവരും മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സമരക്കാർക്കു നേരെ പോലീസ് പെല്ലറ്റ് ഗണ്ണുകൾ പ്രയോഗിച്ചെന്ന് ആശുപത്രികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. സമരത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ് ലേഡി ഹാർഡിംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പ്രക്ഷോഭകന്റെ കണ്ണിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ പെല്ലറ്റുകൾ നീക്കം ചെയ്തു. ഇയാളുടെ നെഞ്ചിലും കഴുത്തിലുമുള്ള പെല്ലറ്റുകൾ വീണ്ടും ശസ്ത്രക്രിയ നടത്തി നീക്കം ചെയ്യണമെന്നും മെഡിക്കൽ സംഘം അറിയിച്ചു. പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നായിരുന്നു ഡൽഹി പോലീസ് അവകാശപ്പെട്ടിരുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ ഡൽഹി പോലീസ് നിയമോപദേശം തേടി. പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഡൽഹിയിലെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ. രാജ്യതലസ്ഥാനത്തേക്ക് CRPFന്റെ 20 കമ്പനികളെ കൂടി വിന്യസിക്കാൻ സർക്കാർ ഉത്തരവിട്ടു. പശ്ചിമ ബംഗാളിൽ നിന്നാണ് സേനയെ എത്തിക്കുക. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ആയുധങ്ങളായി ലജ്ജയില്ലാതെ ചൂഷണം ചെയ്യുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് വിമർശനം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി വക്താവ് അശുതോഷ് റാങ്ക. ഇപ്പോൾ ഡൽഹി കണ്ടത് വെറും ട്രെയിലർ മാത്രമാണ്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം നടത്തുന്ന തങ്ങൾക്കെതിരെ കേസെടുത്തും FIR ഇട്ടും പേടിപ്പിക്കേണ്ടെന്നും അശുതോഷ് റാങ്ക. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾക്കായി അമേരിക്ക $37.5 ബില്യൺ ചെലവഴിച്ചതായി അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ വ്യക്തമാക്കി. ഏകദേശം 3.61 ലക്ഷം കോടി രൂപ സെനറ്റ് അപ്രോപ്രിയേഷൻസ് കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പാകിസ്ഥാൻ അമേരിക്കയോട് $1000 കോടി അടിയന്തര സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു. ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ചതിലൂടെ അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പണം ആവശ്യപ്പെട്ടത്. 5 വർഷത്തെ കാലാവധിയുള്ള ഉഭയകക്ഷി ധനസഹായ പദ്ധതിയാണ് ഇസ്ലാമാബാദ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിലെ CJP പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം അറിയിച്ച് ന്യൂയോർക്കിലും ലണ്ടനിലും പ്രതിഷേധവുമായി ഇന്ത്യൻ സമൂഹം. ന്യൂയോർക്ക് സിറ്റിയിലെ യൂണിയൻ സ്ക്വയറിലുള്ള മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് സമീപവും ലണ്ടനിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ പുറത്തുമായിരുന്നു പ്രതിഷേധം.
ആദ്യ ചിത്രമായ ഗോഡ്സില്ല വേഴ്സസ് കോങ്കിലൂടെ തന്നെ പ്രശസ്തിയായ അമേരിക്കൻ യുവനടി കെയ്ലി ഹാർട്ടിൽ കാർ അപകടത്തിൽ മരിച്ചു. 18 വയസ്സായിരുന്നു. ഫ്രെഡറിക്കിലെ മേരിലാൻഡിൽ ഇന്നലെയായിരുന്നു അപകടം. തന്റെ ബധിരതയെ അതിജീവിച്ച സിനിമകളിൽ നടത്തിയ മികവുറ്റ പ്രകടനമാണ് കെയ്ലി ഹാർട്ടിലിനെ കൂടുതൽ പ്രിയങ്കരിയാക്കിയത്. വെനസ്വേലയിൽ ശക്തമായ ഭൂകമ്പത്തിന് പിന്നാലെ ഹന്ത വൈറസ് ബാധ പുതിയ ഭീഷണിയാകുന്നു. അൻസോട്ടെഗയിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ബില്ലിന് ഫ്രഞ്ച് പാർലമെന്റിന്റെ ഇരുസഭകളും അംഗീകാരം നൽകി. സെപ്റ്റംബർ 1 മുതൽ രാജ്യത്ത് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് ഫ്രഞ്ച് സർക്കാരിന്റെ നീക്കം. രാജസ്ഥാൻ റോയൽസിന്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കിയ ഇന്ത്യൻ ശതകോടീശ്വരൻ പ്രമുഖ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടീമായ ലിവർപൂളിന്റെ ഓഹരികളും വാങ്ങുന്നു. സ്റ്റീൽ വ്യവസായി ആഴ്സലർ മിത്തൽ കമ്പനി ചെയർമാൻ ലക്ഷ്മി മിത്തലിന്റെ പിന്തുണയോടെ മരുമകൻ അമിത് ഭാട്ടിയെയാണ് ലിവർപൂളിന്റെ ന്യൂനപക്ഷ ഓഹരികൾ വാങ്ങാനൊരുങ്ങുന്നത്. ലിവർപൂൾ ഫുട്ബോൾ ക്ലബിന് $600 കോടി മൂല്യം വിലയിരുത്തിയാകും ഡീൽ.